സോ ഓൾ ഇന്ത്യ റാങ്ക് 33 വാങ്ങിയിട്ടുള്ള ലക്ഷ്മിൻ്റെ കൂടെയാണ് നമ്മളുള്ളത്. സമയമാണ് മെയിൻ ഫാക്ടർ. നമുക്ക് ഇതിനകത്തേക്ക് ഡെഡിക്കേറ്റ് ചെയ്യാൻ പറ്റണം. സാർ എങ്ങനെയാണോ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് അതേപോലെ തന്നെ ആ ക്വസ്റ്റ്യൻ ചെയ്യാൻ ഞാൻ ആദ്യം പഠിച്ചു. എൻ്റെ ഒരു ഓൾ ഇന്ത്യ റാങ്ക് 33 ആണെന്നുള്ളത് നമുക്ക് എടുത്തു പറയാൻ പറ്റും, പല സ്ഥലങ്ങളിൽ എടുത്തു പറയാൻ പറ്റുന്നതാണ്. അതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ തെറ്റ്. അത് സാർ പറഞ്ഞു തന്നു. സോ ഓൾ ഇന്ത്യ റാങ്ക് 33 വാങ്ങിയിട്ടുള്ള ലക്ഷ്മിൻ്റെ കൂടെയാണ് നമ്മളുള്ളത്. ലക്ഷ്മിൻ്റെ വീട്ടിലാണ്, കോട്ടയത്ത് അല്ലേ? അപ്പോൾ 33 കിട്ടിയപ്പോൾ ഹാപ്പിയാണ്, ഭയങ്കര ഹാപ്പിയാണ്. വീട്ടുകാരൊക്കെ എന്താ പറയുന്ന? അച്ഛൻ ഭയങ്കര സന്തോഷമായിട്ടിരിക്കുന്നു. ഒട്ടും പ്രതീക്ഷിക്കാത്ത റാങ്കാണ് 33. സ്കോർ 65.3 അല്ലേ? അപ്പോൾ ലക്ഷ്മി ജസ്റ്റ് നിൻ്റെ ജേണി ഒന്ന് ബ്രീഫ് ചെയ്യുമെന്ന് വെച്ചാൽ, ഇപ്പോൾ BSc എവിടെയാണ് പഠിച്ചത് എന്നുള്ളതും അത് കഴിഞ്ഞ് എങ്ങനെയാണ് 1 ഇയർ കൃത്യമായിട്ടുള്ള പ്രിപ്പറേഷനിലൂടെ പോയത് എന്നൊക്കെ. ഞാൻ ഗ്രാജുവേഷൻ കഴിഞ്ഞത് KG കോളേജ് പാമ്പാടിയിൽ നിന്നാണ്. അപ്പോൾ ഞാൻ BSc സെക്കൻഡ് ഇയർ പഠിക്കുന്ന സമയം തൊട്ട്, സെക്കൻഡ് ഇയർ അവസാനം തൊട്ട് ജാമിനെ പറ്റി അറിഞ്ഞു തുടങ്ങി. പിന്നെ എങ്ങനെയാണ് ജാമിനെ പറ്റി അറിഞ്ഞത്? അല്ലല്ല, ഞാൻ തന്നെ ഗൂഗിളൊക്കെ തേടി കണ്ടുപിടിച്ചതാ. എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഫിസിക്സിൽ കരിയർ പെർസ്യൂ ചെയ്യണമെന്നായിരുന്നു. അപ്പോൾ അതിന് നല്ലൊരു വഴി എന്താണെന്ന് ഇങ്ങനെ അന്വേഷിച്ച് എങ്ങനെയോ എൻ്റെ കയ്യിലേക്ക് എത്തിയതാണ്. കൃത്യമായിട്ട് ഞാനിപ്പോൾ ഓർക്കണില്ല. അപ്പോൾ 2022 ഫെബ്രുവരി മാസത്തിൽ ഞാൻ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഞാൻ +2 സമയത്തൊന്നും എൻട്രൻസിന് പഠിച്ചിട്ടുണ്ടായിരുന്നില്ല, JEയും പഠിച്ചിട്ടില്ല, നീറ്റും പഠിച്ചിട്ടില്ല. അപ്പോഴൊക്കെ സ്കൂളിൽ എന്ത് പഠിപ്പിച്ചോ അത് പഠിച്ച് അവിടെ നിന്നുള്ള മാർക്ക് മേടിച്ച് അങ്ങ് പോയി. അപ്പോൾ ഞാൻ ഈ പ്രോബ്ലം സോൾവിങ് വേൾഡ് കണ്ടിട്ടില്ല. എന്നിട്ട് ഞാൻ ഡിഗ്രി സെക്കൻഡ് ഇയർ അപ്പോൾ കുറച്ച് ഫ്രീ ആണ്, എക്സാം ഒക്കെ കഴിഞ്ഞിരിക്കുന്ന സമയമായിരുന്നു. ആദ്യം തുടങ്ങിയപ്പോൾ നല്ല ആവേശം, പക്ഷെ അത് കഴിഞ്ഞ് എനിക്കിത് പറ്റുന്നില്ല. നല്ല ബുദ്ധിമുട്ടാണ്. എന്ന് വെച്ചാൽ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഏതാണ്, എന്ത് ഫോമിൽ അപ്ലൈ ചെയ്യണം ഒന്നും ഒരു ഐഡിയയും കിട്ടുന്നില്ല. അപ്പോൾ മടുപ്പായി. പക്ഷെ കണ്ടിന്യൂ ചെയ്തു കേട്ടോ. ക്ലാസ് കേൾക്കുന്നുണ്ടായിരുന്നു, ക്ലാസ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരുന്നു. പിന്നെ ഡിഗ്രിക്ക് നമുക്ക് കുറച്ച് എളുപ്പമാണല്ലോ, അപ്പോൾ ഡിഗ്രിയിൽ കൂടുതൽ ഫോക്കസ് ചെയ്തു. അതിനാണ് എനിക്ക് പഠിക്കാൻ കുറേ ഇഷ്ടം. എന്ന് വെച്ചാൽ കുറേ ഡെറിവേഷൻ ഉണ്ട്, കുറേ കൺസെപ്റ്റ് കൂടുതലുണ്ട്. പിന്നെ ടീച്ചർമാർ അതുപോലെ പഠിപ്പിച്ചു തരും, നമുക്ക് എളുപ്പമാണ്, കുറേ കൂടെ സേഫാണ്, കംഫർട്ടിലാണ് നമ്മൾ. അപ്പോൾ അങ്ങനെ ഡിഗ്രി പഠിച്ചു. ഒരു ഹോപ്പും ഇല്ലാതെ ജാം എഴുതി, ജാം 23. എന്നിട്ട് 2429 റാങ്ക് ഉണ്ടായിരുന്നു. ഞാൻ പാസ്സായപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ഞാൻ അതുപോലെ എക്സ്പെക്ട് ചെയ്തതല്ല. ആ സമയത്ത് കുറേ കഷ്ടപ്പെട്ടു. ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയ്ക്ക് ക്ലാസ് കേൾക്കാനും പഠിച്ചെടുക്കാൻ ഞാൻ കുറേ ശ്രമിച്ചു. പക്ഷെ ഞാൻ ആദ്യമായിട്ട് പ്രോബ്ലം സോൾവിങ് വേൾഡിലേക്ക് വന്നതിൻ്റെ എല്ലാ ബുദ്ധിമുട്ടും എനിക്കന്നുണ്ടായിരുന്നു. അങ്ങനെ അത് വളരെയധികം നോട്ട് ചെയ്യുന്ന ഒരു പോയിന്റാണ്. കാരണം ഞാൻ ചില സ്റ്റുഡൻസ് വളരെ ആവേശത്തോടു കൂടി വരും, എന്നിട്ട് നീ ഇപ്പം പറഞ്ഞ പോലെ ഫസ്റ്റ് സ്ട്രഗിളിങ്സ് അവർ അനുഭവിക്കും. അപ്പോൾ അവരെന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ചില ആളുകൾ ഡ്രോപ്പ് ചെയ്ത് പോകും. അപ്പൊ എല്ലാവരും പ്രിപ്പറേഷനിലും ഉണ്ടാകുന്ന ഒരു സംഭവമാണത്. അവിടെ പിടിച്ചു നിൽക്കുക, എന്തിലും മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നീട് അത് ഇങ്ങനെ ഇമ്പ്രൂവ് ചെയ്യണത് മനസ്സിലാക്കാൻ പറ്റും അല്ലേ? ആ ഒരു ഡിസിഷൻ എങ്ങനെ ശരിക്കും എടുത്തത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ 2000 സംതിങ് കിട്ടി, ഇനിയല്ല എനിക്ക് ജാം തന്നെയാണ് വേണ്ടത്, 1 വർഷം അതിനെ മാറ്റി വെച്ച് ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇരിക്കണം എന്നുള്ള ആ ഒരു ഡിസിഷൻ? അതെന്താണെന്ന് വെച്ചാൽ ജാമിൻ്റെ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ S6 എക്സാംസ് വന്നു. ഏപ്രിൽ മാസത്തിൽ എല്ലാം കഴിഞ്ഞു, ഡിഗ്രിയുടെ സകല പരിപാടിയും കഴിഞ്ഞു. എന്നിട്ട് ഞാനപ്പോൾ വീണ്ടും എൻട്രൻസ് പ്രിപ്പറേഷൻ റീസ്റ്റാർട്ട് ചെയ്തു. ആ സമയത്താണ് കുസാറ്റ്, MG കേരള, പിന്നെ സെൻട്രൽ യൂണിവേഴ്സിറ്റി എല്ലാ എക്സാം ഉണ്ടായിരുന്നല്ലോ. സെൻട്രൽ യൂണിവേഴ്സിറ്റി വന്നപ്പോൾ 198 ഉണ്ടായിരുന്നു സ്കോർ. അപ്പോൾ അത് നല്ല സ്കോറാണ്, വളരെ നല്ല സ്കോറാണ്. അതായത് അന്നത്തെ എനിക്ക് 400 198, അതായത് ടോപ്പർ പോലെ എനിക്ക് തോന്നുന്നത് 200 സംതിങ് ഒക്കെ ആയിരുന്നു. അപ്പോൾ ആ സമയത്ത് എന്നാൽ പിന്നെ ജാം തന്നെ ഒന്നും കൂടി നോക്കാം എന്നുള്ള ഉറച്ച തീരുമാനം എടുത്തു അല്ലേ? കാരണം എന്നെ സംബന്ധിച്ച 198 എനിക്ക് തോന്നുന്നത് അഡ്മിഷൻ കിട്ടും. ഈ എല്ലാ അഡ്മിഷൻസും ഒഴിവാക്കിയിട്ടുള്ള വലിയൊരു റിസ്കിലേക്കാണ് പിന്നെ എടുത്തു വന്നത് അല്ലേ? അതിന് ആരാ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്തത്? ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്തത് അച്ഛൻ കട്ട സപ്പോർട്ടായിട്ട് കൊടുക്കുന്നു. സപ്പോർട്ടായിരുന്നു. ആദ്യമേ തൊട്ടെന്ന് വെച്ചാൽ ഞാനൊരു നല്ല സ്ഥാപനത്തിൽ പഠിക്കണം, ഒരു നല്ല രീതിയിൽ പഠിച്ചു വരണം, നല്ലൊരു ജോലിയിലേക്ക് എത്തണം. അങ്ങനെ അച്ഛൻ എപ്പോഴും പറയും. അതോടൊപ്പം എൻ്റെ കൂടെ നിന്നു. പിന്നെ ബാക്കി എല്ലാവരും, അമ്മയായാലും ചേട്ടനായാലും എല്ലാവരും നല്ല സപ്പോർട്ട് തന്നെയാണ്. പിന്നെ ഡ്രോപ്പ് ഇയർ എടുക്കുന്ന കാര്യത്തിൽ വന്നപ്പോൾ എല്ലാവർക്കും ഒരു പേടി ഉണ്ടായിരുന്നു. കാരണം ഒട്ടും റിലയബിലിറ്റി ഇല്ലാത്ത കാര്യമാണ്. വലിയൊരു അഡ്വാൻറ്റേജ്. അതായത് കാരണം ത്രൂ ഔട്ട് എനിക്ക് വേണമെങ്കിൽ എൻ്റെ ലൈഫിൽ പറയാൻ പറ്റുന്ന ഒരു അച്ചീവ്മെന്റ് അല്ലത്. എൻ്റെ ഒരു ഓൾ ഇന്ത്യ റാങ്ക് 33 എന്നുള്ളത് നമുക്ക് എടുത്തു പറയാൻ പറ്റും, പല സ്ഥലങ്ങളിൽ എടുത്തു പറയാൻ പറ്റുന്നതാണ്.
അപ്പോൾ ആ ഒരു അച്ചീവ്മെൻറ്റിലേക്കുള്ള വലിയൊരു റിസ്ക്കും കൂടെ ആക്ച്വലി ഇവിടെ എടുത്തിട്ടുണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. എനിവേ ഗ്രേറ്റ്. പിന്നെ അതേപോലെ തന്നെ ഇപ്പോൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ എങ്ങനെയൊക്കെയായിരുന്നു? ഇപ്പോൾ ഇനീഷ്യൽ പറഞ്ഞല്ലോ, അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞതിൽ കൃത്യമായിട്ട് അതായത് ഓൾറെഡി പ്രോബ്ലം സോൾവിങ് സ്കില്ലൊക്കെ ചെയ്ത് ശീലിച്ചിട്ടല്ല വരുന്നത്. അപ്പോൾ അതിൽ നിന്ന് എങ്ങനെയാണ് പഠിച്ചു തുടങ്ങിയത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലാസ്സിൻ്റെ ആ ഒരു പഠന രീതികളൊക്കെ എങ്ങനെയായിരുന്നു? തുടങ്ങിയത് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്ത് ജൂൺ അവസാനത്തിലാണ് ജാമിലേക്ക് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തത്. ആ സമയത്ത് എങ്ങനെ അത് ബിൽഡ് ചെയ്തു വന്നു എന്ന് ചോദിച്ചാൽ കറക്റ്റായിട്ട് ഇപ്പം എനിക്ക് ഞാൻ എന്താ ഈ ബാക്ക്ഗ്രൗണ്ട് എന്താ പറയുക, ഇതിലൊരു ബേസിസ് ഇല്ലാത്ത എനിക്ക് അറിയില്ല. ഞാൻ കംപ്ലീറ്റ്ലി ടീച്ചേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തു. എന്ന് വെച്ചാൽ ശരിക്കും നമ്മൾക്ക് അത്രയും ക്വാളിഫൈഡ് ആയിട്ടുള്ള ഇതിൽ നല്ല എക്സ്പെർട്ടൈസ് ഉള്ള ടീച്ചർമാരെ പഠിപ്പിക്കാൻ തന്നെ. അപ്പോൾ കൃത്യമായിട്ട് അവർ പറഞ്ഞു തരുമല്ലോ, നമ്മൾ അതിൻ്റെ അപ്പോൾ ആദ്യമേ ഇപ്പോൾ ഞാനിപ്പോൾ സാറിൻ്റെ ക്ലാസ് ഫോളോ ചെയ്യുകയാണെങ്കിൽ, അല്ല സാറിൻ്റെ ക്ലാസ് കേട്ടോണ്ടിരുന്ന സമയത്ത് സാർ എങ്ങനെയാണോ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് അതേപോലെ തന്നെ ആ ക്വസ്റ്റ്യൻ ചെയ്യാൻ ഞാൻ ആദ്യം പഠിച്ചു. ഇപ്പോൾ ഒരു ലെക്ചർ ആദ്യം കേൾക്കുന്നു, ആ ലെക്ചർ കേൾക്കുമ്പോൾ തന്നെ പ്രോപ്പറായിട്ട് നോട്ട് എഴുതിയെടുക്കും. നോട്ട് എഴുതിയെടുത്തിട്ട് അതിനകത്ത് പഠിപ്പിക്കുന്ന എന്തോ അതൊന്ന് തന്നെ പഠിക്കും. പിന്നെ ആ ക്വസ്റ്റ്യൻ അത് സാർ എങ്ങനെ ചെയ്തോ അങ്ങനെ തന്നെ ഞാനും പഠിക്കും. ആ രീതി പഠിച്ചെടുത്തതിന് ശേഷം കുറേ ഫോർമുല കൺസെപ്റ്റ് എല്ലാം ഗ്രാബ് ചെയ്ത് ആ ഒരു ലെവല് അങ്ങനെ ക്വസ്റ്റ്യനെ നമ്മൾ എങ്ങനെ ഇന്റർപ്രറ്റ് ചെയ്യണം, ടീച്ചറിൽ നിന്ന് പഠിക്കും. അതാ ടീച്ചറിൽ നിന്ന് പഠിക്കും. നമുക്കതിങ്ങനെ നമ്മളായിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന കാര്യമല്ല. നമുക്ക് വേണ്ടത് ആ ക്ലാസ് ശ്രദ്ധിച്ചിരുന്ന് കേട്ട് അത് ആ ടീച്ചറിൻ്റെ ആ ഒരു രീതി പഠിച്ചെടുക്കാനുള്ള കഴിവാണ്, ആ ഒരു എഫേർട്ടാണ്. അതാണ് ഞാൻ അങ്ങനെയാണ് ഇത് പഠിച്ചു വന്നത്. അതിനുശേഷം കുറച്ച് ക്വസ്റ്റ്യൻസ് ഇപ്പോൾ ഒരു സബ്ജക്റ്റൊക്കെ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആ ടീച്ചറിൻ്റെ കൂടെ ആ ടീച്ചറിൻ്റെ രീതിയിൽ അതിൽ എല്ലാ ടോപ്പിക്കിലെയും ക്വസ്റ്റ്യൻ ചെയ്യുകയാണല്ലോ. ഇപ്പം സാറിപ്പം വിടുന്ന ഒരു ടോപ്പിക്കും ഇല്ലല്ലോ ഒരു സബ്ജക്റ്റ് കവർ ചെയ്യുകയാണെങ്കിൽ. അപ്പം നമ്മൾ അത്രയൊക്കെ ആയിക്കഴിയുമ്പോൾ ഈ പറയുന്ന പ്രോബ്ലം സോൾവിങ് സ്കിൽ എങ്ങനെയോ വരും. എന്നിട്ട് ഒരു സബ്ജക്റ്റ് തീരുന്ന സമയത്ത് ഞാൻ ഷോർട്ട് നോട്ട് ഉണ്ടാക്കും. കംപ്ലീറ്റ്ലി ആ സബ്ജക്റ്റ് പഠിക്കാൻ നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഫോർമുല കംപ്ലീറ്റ് ആയിട്ട് റിവിഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന വേറെ മെറ്റീരിയൽസ് ഒക്കെ സോൾവ് ചെയ്യാൻ പറ്റാറുണ്ട്. ഇതൊക്കെ അതായത് പുറത്തുനിന്നുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റാറുണ്ട് ലെക്ചറിന്റെ അപ്പുറത്തേക്ക്. പല ആളുകൾക്കും ആ ഒരു സംഭവം അറിയാറില്ല. റിവ്യൂ പറയുമ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് കിട്ടുന്നുണ്ട്, പുറത്തുനിന്നുള്ളത് കിട്ടുന്നില്ല. അതിന് മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം നീ പറഞ്ഞ ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ ക്ലാസ്സിൽ ചെയ്യുന്നത് മാത്രമേ ചെയ്യാനുള്ള ശ്രമിച്ചത്. ആ മെത്തേഡ് എന്താണെന്ന് എക്സാക്ട്ലി പഠിച്ചെടുത്തു. അത് പഠിച്ചെടുത്തോണ്ട് എന്താ നിനക്ക് പിന്നെ ഏത് പ്രോബ്ലം വന്നാലും കിട്ടും. ആ രൂപത്തിലാണ് എനിക്ക് തോന്നുന്നത്. അതൊരു വളരെ നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റ് ആണ്. കാരണം നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ആ ഒരു സ്ട്രാറ്റജി ഭയങ്കര പ്രധാനമാണ്. അപ്പോൾ ഇതൊരു ലോങ് ജേർണി ആയിരുന്നല്ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ച് ഒരു വർഷം മാറ്റി വെച്ചിട്ടും ഒരു എങ്ങനെയായാലും പ്രിപ്പയർ ചെയ്ത് തുടങ്ങി ഒരു 1 ഇയറിൻ്റെ അടുത്ത് അല്ലെങ്കിൽ ഒരു 6 to 7 months എന്തായാലും ഇതിൽ സ്പെൻഡ് ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ ആ ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ ചലഞ്ചസ് ഫേസ് ചെയ്തത് എന്തെങ്കിലും ഉണ്ടോ? ചലഞ്ചസ് ഒന്നാമതായിട്ട് ഞാൻ കുറച്ച് സോഷ്യലൈസ് ചെയ്യുന്ന കൂട്ടത്തിലായിരുന്നു. അപ്പോൾ ആദ്യത്തെ സമയത്ത് ഓൺലൈൻ ക്ലാസ്സുകൾ മാത്രം ഈ സ്റ്റക്ക് ഇൻ ഹോം എന്ന സിറ്റുവേഷൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു ആദ്യം. പിന്നെ അത് നോർമലൈസ്ഡ് ആയി. പിന്നെ കംപ്ലീറ്റ് പഠിത്തം. രണ്ടാമത്തെ ചലഞ്ച് എന്ന് വെച്ചാൽ ഇപ്പം ഞാൻ ഇതെനിക്ക് എല്ലാ സബ്ജക്റ്റിൻ്റെയും കൂടെ ഉണ്ടായിട്ടുണ്ടേ. ഒരു സബ്ജക്റ്റ് പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും, അത് തീരും, സാർ അത് കംപ്ലീറ്റ് ചെയ്യും, ഞാൻ തീർന്നില്ല, എനിക്ക് വീണ്ടും കുറേ കാര്യങ്ങളുണ്ട്, അതിൽ സംശയമുള്ളത് അല്ലെങ്കിൽ ഞാൻ മറന്നുപോയതോ അങ്ങനെ എന്തൊക്കെയോ കുറേ ഉണ്ട്. അപ്പോൾ സാർ അടുത്ത സബ്ജക്റ്റ് തുടങ്ങും, എനിക്കിത് രണ്ടും കൂടെ മാനേജ് ചെയ്യാൻ പറ്റില്ല. ആദ്യം കുഴപ്പമില്ല, പക്ഷെ പിന്നീട് ആകുമ്പോൾ കുറേ സബ്ജക്റ്റ് ആയില്ലേ നമുക്ക്. പലത് ഇത് തീർക്കണം എന്നറിയാം, പക്ഷെ എങ്ങനെയെന്ന് ബുദ്ധിമുട്ടിയാണ് തീർത്തിട്ടുള്ളതെല്ലാം. അതിനെന്തെങ്കിലും സൊല്യൂഷൻ കണ്ടെത്തിയോ അതോ അങ്ങനെ മാനേജ് ചെയ്ത് അത് കൃത്യമായി ടൈം സ്ലോട്ട് വെച്ചു, ടൈം ടേബിൾ എഴുതി. ഞാൻ എന്നും ടൈം ടേബിൾ എഴുതും. എനിക്ക് കൃത്യമായ ടൈം സ്ലോട്ട് ഉണ്ട് എന്ന് വെച്ചാൽ എപ്പോൾ എനിക്കും ഏത് സമയത്ത് പഠിക്കും എന്നുള്ളതിന് കൃത്യമായൊരു ടൈം ടേബിൾ എനിക്കുണ്ട്. അതിൽ ഓരോ ദിവസവും ഇന്ന ടൈം സ്ലോട്ടിൽ ഇന്നത് ചെയ്യുമെന്ന് തീരുമാനിക്കും. കാരണം മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് ടോപ്പിക്ക് ബാക്കിലുള്ള എണ്ണം കൂടും. സ്വാഭാവികമായിട്ടും ഇതിൽ ഒരു ടീമിന് സംഭവിക്കുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോന്നായിട്ട് മറന്നു തുടങ്ങും. അപ്പോൾ റിപ്പീറ്റഡ് ആയിട്ട് ഈ ടൈം സ്ലോട്ടിൽ ഇട്ടിട്ട് തീർത്തു. അത് ഞാൻ എങ്ങനെയാണ് ചെയ്തതെന്ന് വെച്ചാൽ എനിക്കിതൊരു വലിയ അബദ്ധം പറ്റി. ഞാൻ ആദ്യം റിവിഷനൊന്നും ചെയ്യില്ലായിരുന്നു, ഞാൻ മറന്നൊന്നും പോയില്ല, നന്നായി പഠിച്ചല്ലേ, അങ്ങനെ ശരിക്കും അങ്ങനെ ഒരു തോന്നലിരിക്കൽ. ആദ്യത്തെ സമയം ഓഗസ്റ്റ് സെപ്റ്റംബർ ആ ഒരു സമയത്തൊക്കെ. എന്നിട്ട് ഒരു ദിവസം സാറ് ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോഴാണ് എന്താണെന്ന് ഞാൻ ഓർക്കുന്നില്ല,
ഞാൻ SSPയുടെ കംപ്ലീറ്റ് കാര്യം പറഞ്ഞു. എന്ന് വെച്ചാൽ ബേസിക് ആയിട്ടുള്ള എന്തോ കാര്യം വരെ ഞാൻ മറന്നുപോയി. എന്തായാലും എനിക്ക് തോന്നുന്നു ആ സ്ട്രാറ്റജി നിർബന്ധമാണ്. മറ്റേ നമ്മൾക്ക് ഇത്രയും ടോപ്പിക്ക് മറന്നു പോകും. എന്ന് വെച്ചാൽ അത് എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നല്ല രീതിയിൽ ബിൽഡ് ചെയ്ത കൺസെപ്റ്റുകളായിരിക്കും നമ്മൾ മറക്കുന്നുണ്ടാവുക. അപ്പൊ സങ്കടം വരും. നമ്മൾ അത്രയും കഷ്ടപ്പെട്ട് ചിലപ്പോൾ നമ്മൾ മണിക്കൂറുകളോളം ഇരുന്ന് സോൾവ് ചെയ്തെടുത്ത പ്രോബ്ലം ആയിരിക്കും. ചിലപ്പോൾ നമുക്ക് പിന്നീട് നോക്കുമ്പോൾ ഒന്നും കിട്ടുന്നുണ്ടാവില്ല. അപ്പോൾ ഗ്രാജുവലി അതെല്ലാം റിവൈസ് ചെയ്യാന്നുള്ളത് നല്ലൊരു ബെസ്റ്റ് സ്ട്രാറ്റജി തന്നെയായിരുന്നു. പിന്നെ അതേപോലെ തന്നെ ഇപ്പം ട്രിസ്സിനെ കുറിച്ച് എങ്ങനെയാ അറിഞ്ഞത്? ഏത് സമയത്തായിരുന്നു? ഞാൻ സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ സ്കോർ വന്നിരിക്കുന്ന സമയത്ത്. ആ സമയത്ത് അപ്പൊ സാർ ഇങ്ങനെ സ്കോളർഷിപ്പ് ഉണ്ട് പറഞ്ഞിട്ട്, സെൻട്രൽ യൂണിവേഴ്സിറ്റിക്ക് നല്ല സ്കോർ ഉള്ളവർക്ക് ഇവിടെ ട്രിസ്സിൽ സ്കോളർഷിപ്പ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ വിളിച്ചു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ജോയിൻ ചെയ്ത സമയത്ത് ഞാൻ സാറിനെ വിളിച്ചു, എങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് പറഞ്ഞുതരാന്നൊക്കെ ചോദിച്ചു. എനിക്ക് ഓർമ്മ ഉണ്ടാവില്ല. ഓക്കെ, അത് നമ്മളൊരു സ്ട്രാറ്റജി പ്ലാൻ ചെയ്തു. പിന്നെ ഇപ്പം നമ്മൾ തന്ന ഡെലിവറബിൾസിൽ എങ്ങനെ നിനക്ക് ഏറ്റവും എഫക്റ്റീവായി തോന്നിയത് എന്തൊക്കെയാണ്? എനിക്ക് ഏറ്റവും എഫക്റ്റീവായിട്ട് തോന്നിയ മോർണിംഗ് ക്ലാസ്. അത് ഞാൻ ആദ്യം പറയാം. അത് ശരിക്കും അതിൽ ഒന്നാമതായിട്ട് പുതിയ കൺസെപ്റ്റ് അല്ല, അവിടെ കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. കൃത്യസമയം തരും, ഇത്ര സമയത്തിനുള്ളിൽ സോൾവ് ചെയ്യണം. അപ്പോൾ എന്നേക്കാൾ മുന്നിൽ ആൻസേഴ്സ് ഇടുന്ന ഒരുപാട് പേരുണ്ടാവും. അത് കാണുമ്പോൾ ഒരു കോമ്പറ്റീറ്റീവ് സ്പിരിറ്റ്. പിന്നെ എനിക്ക് ഈ സബ്ജക്റ്റ് മനസ്സിലായോ ഇല്ലയോ എന്നൊരു അറിവ് അതിൽ നിന്ന് കിട്ടും. കാരണം റാൻഡം ആയിട്ടാണ് നമ്മൾ ആ ടോപ്പിക്കിന് ഏത് ഭാഗത്ത് നിന്ന് വേണമെങ്കിലും വരാം, പല കാര്യങ്ങൾ വരാം. ഓക്കെ, അത് ഏറ്റവും കൂടുതൽ എഫക്റ്റീവ് ആയിട്ടുണ്ട്. അത് അവസാന നിമിഷങ്ങളിൽ എനിക്ക് തോന്നുന്നത് നമ്മളെ ടോപ്പേഴ്സ് ബാച്ചിലൂടെ തന്നെ കടന്നുപോയി ചെയ്ത സാധനങ്ങൾ. ഓക്കെ, പിന്നെ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുന്നതിലൊക്കെ എങ്ങനെയായിരുന്നു? ഇപ്പോൾ മോക്കുകളും പിന്നെ അതേപോലെ തന്നെ DPPs ഒക്കെ DPPsന്റെ കാര്യം എന്ന് വെച്ചാൽ DPP അവസാനം തന്ന DPPs ഉണ്ടല്ലോ, ജനുവരി എല്ലാ ദിവസവും ആ സമയത്തെന്ന് വെച്ചാൽ എനിക്ക് ഈ പറഞ്ഞ റിവിഷൻ ഷെഡ്യൂളുണ്ട്. ഇന്ന ദിവസം ഇന്ന സബ്ജക്റ്റ് റിവിഷൻ ചെയ്യുന്നു. അതിന് ചിലപ്പോൾ ഞാൻ മിക്കവാറും അവസാന ഘട്ടത്തിലേക്ക് എത്തിയപ്പോൾ ഷോർട്ട് നോട്ട് മാറ്റി നോട്ടാക്കി. കാരണം അവസാന ഘട്ടത്തിൽ മുഴുവൻ പ്രാക്ടീസ് ആൻഡ് ടെസ്റ്റാണ്. അപ്പം നോട്ടിൽ പുതുതായിട്ടൊന്നും പഠിക്കണില്ല. അതുകൊണ്ട് ഞാൻ നോട്ട് റിവൈസ് ചെയ്തുകൊണ്ടേയിരുന്നു. ഷോർട്ട് നോട്ട് മാറ്റി നോട്ടാക്കി. ആ സമയത്ത് ഇപ്പം എൻ്റെ ഷെഡ്യൂളിൽ ചിലപ്പോൾ ഇന്ന് തെർമോഡൈനാമിക്സ് ആയിരിക്കും, സാർ ഒപ്റ്റിക്സിൻ്റെ DPP തരും. അപ്പം ഞാൻ എൻ്റെതായിട്ടുള്ള റിവിഷൻ രാവിലെ ചെയ്യും. പിന്നെ സാറ് തരുന്ന ഒപ്റ്റിക്സിൻ്റെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ അതും റിവിഷനായി ഇതുമായി. അത് ഭയങ്കര അടിപൊളിയായിട്ട് എനിക്ക് തോന്നുന്നു. അതെ, കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഈ അവസാന ഘട്ടം ഭയങ്കര തിരക്കാണ്. സമയം ഇതിൽ കൂടുതൽ ഒന്നും മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. ആ സമയത്താണ് സാർ ഇങ്ങനെ ക്വസ്റ്റ്യൻ തരുന്നത്. അത് ചെയ്യാൻ മാക്സിമം 20 മിനിറ്റ് എടുക്കുള്ളൂ, ചെയ്യൂ. അപ്പോൾ അതുമായി. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുണ്ടല്ലോ. പിന്നെ ടെസ്റ്റുകൾ ഞാൻ പ്രോപ്പറായിട്ട് എടുക്കുമായിരുന്നു. പിന്നെ ഒരു മോക്കിലിപ്പോ നേരത്തെ എന്നോട് പറഞ്ഞൊരു കാര്യമില്ലായിരുന്നു, അതിൽ വന്ന അപ്സ് ആൻഡ് ഡൗണുകൾ, അതൊന്ന് ഷെയർ ചെയ്യോ? അത് കുറെ ആളുകൾക്ക് എക്സ്പീരിയൻസ് വരുന്നൊരു സംഭവം. ആദ്യമൊക്കെ ടെസ്റ്റുകൾ എടുക്കാൻ മടിയായിരുന്നു. കാരണം നമുക്ക് ഇനി അങ്ങ് മാർക്ക് കുറഞ്ഞു പോയാലോ. അപ്പോൾ ആദ്യമൊന്നും ടെസ്റ്റുകൾ ഞാൻ അങ്ങനെ എടുക്കില്ല. ആദ്യം എന്ന് വെച്ചാൽ പ്രിപ്പറേഷൻ്റെ തുടക്കത്തിൽ. അതിനുശേഷം ടെസ്റ്റ് എടുത്തേ മതിയാവും എന്നുള്ള ഘട്ടം എത്തിയപ്പം ടെസ്റ്റുകളൊക്കെ എടുക്കാൻ തുടങ്ങി. അപ്പോൾ ചില പരീക്ഷകൾക്കൊക്കെ നല്ല മാർക്ക് ഉണ്ടാവുമായിരുന്നു. പിന്നെ മാർക്ക് അങ്ങ് താന്നു പോകും. അപ്പോൾ മാർക്ക് താന്നു പോകുമ്പോൾ അതിന് ഞാൻ ഒരു ദിവസം സാറിനെ വിളിച്ചിരുന്നു. അതെ, എനിക്ക് മെയിനായിട്ട് ആക്യുറസി കുറവായിരുന്നു. അതായത് ഞാൻ എഴുതിയേക്കുന്ന ഫോർമുലയൊക്കെ ചിലപ്പോൾ കറക്റ്റ് ആയിരിക്കും, പക്ഷേ ഏതെങ്കിലും ഒരു സ്റ്റെപ്പിൽ സ്ലിപ്പ് സംഭവിക്കും. അങ്ങനെ ഉത്തരം തെറ്റിപ്പോവും. അത് ഒന്ന്. രണ്ടാമതായിട്ട് ഞാൻ ചില ഫോർമുലാസ് മറന്നു പോകുന്നുണ്ടായിരുന്നു തോന്നുന്നു. എനിക്ക് കുറെ മൈൻഡ് കാൽക്കുലേഷൻസ് ഉണ്ടായിരുന്നു. അതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ തെറ്റ്. അത് സാർ പറഞ്ഞു തന്നു വന്ന്. എന്നിട്ട് മൈൻഡ് കാൽക്കുലേഷൻ മൊത്തം ഞാൻ ഒഴിവാക്കി. പിന്നെ എല്ലാം എടുത്തെഴുതി ചെയ്യാൻ തുടങ്ങി. ഫോക്കസ് ഇമ്പ്രൂവ് ചെയ്തു. ഈ 3 കാര്യങ്ങളോടെ മോക്ക് ടെസ്റ്റിനെ അപ്രോച്ച് ചെയ്തു. കാരണം ബാക്കിയെല്ലാം അവിടെ ഉണ്ട്. റിവിഷൻ ചെയ്യുന്നുണ്ട്, സിലബസ് കംപ്ലീറ്റ് ആണ്, ബാക്കിയെല്ലാം ഉണ്ട്. ഈ സംഭവത്തിൽ ലാക്ക് ചെയ്തുകൊണ്ട് എനിക്ക് മാർക്ക് നന്നായിട്ട് കുറഞ്ഞു. കേൾക്കുമ്പോൾ സിമ്പിളാണ് സ്ലിപ്പ് എന്നൊക്കെ, പക്ഷെ അങ്ങനെയല്ല, മാർക്ക് ഒരുപാട്. അത് നമുക്ക് വലിയ നഷ്ടമാണ്. കാരണം ഓൾറെഡി നമ്മൾ പഠിച്ച സാധനം നമ്മളെ കയ്യിൽ നിന്ന് പോകുക. ഓക്കെ, പിന്നെ എക്സാമിന്റെ ഡേയിലെ കാര്യങ്ങൾ എന്തായിരുന്നു? കാരണം കുറെ ആളുകൾ ഉണ്ടായിരുന്നു എക്സാമിന്റെ സമയം പതറിപ്പോയത്. അങ്ങനെ എന്തെങ്കിലും അനുഭവം ഒക്കെ ഉണ്ടായിട്ടുണ്ടോ? അതോ എങ്ങനെയാലും പിടിച്ചു കയറിയതാണോ? എക്സാം എവിടെയായിരുന്നു സെന്റർ? എക്സാം പാല SJCET എന്ന് പറഞ്ഞൊരു കോളേജ്. ആദ്യം പേടിച്ച ഒരു സിറ്റുവേഷൻ എന്ന് വെച്ചാൽ ഫിംഗർ പ്രിന്റ് എടുക്കുന്നില്ലായിരുന്നു. ഞാൻ അവിടെ കുറേ നേരം നിന്നു. എനിക്ക് കൂൾ ഓഫ് ടൈം ഭയങ്കര കുറവായിരുന്നു. അങ്ങനെ ഞാൻ ഓടിയാണ് എക്സാം ഹാളിൽ കയറിയത്. എന്ന് വെച്ചാൽ ഫിംഗർ പ്രിന്റ് എടുക്കാതെ അകത്തേക്ക് വിടില്ല, എൻ്റെ ഫിംഗർ പ്രിന്റ് ആവുന്നില്ല. ആ സമയത്ത് പേടിച്ചു.
ക്വസ്റ്റ്യൻ എങ്ങനെ അപ്രോച്ച് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ 3 അവർ കൃത്യമായിട്ട് എങ്ങനെ യൂട്ടിലൈസ് ചെയ്തിരുന്നത്? അതായത് റൗണ്ട്സ് ആയിട്ട് ചെയ്തതാണോ? ലക്ഷ്മി അന്ന് ഞാനത് പറയാൻ മറന്നുപോയതാ. ടെസ്റ്റ് എഴുതുന്ന സമയത്ത് ഒന്നാമതായിട്ട് സാറ് പറഞ്ഞു തന്ന അതേ മെത്തേഡാണ് ഞാൻ ഫോളോ ചെയ്തത്. 2.25 മണിക്കൂറിൽ 1.25 മണിക്കൂറിൽ എനിക്ക് ഒരു റൗണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു ആദ്യം. അത് എങ്ങനെയും കുറച്ച് കൊണ്ടിരണമെന്ന് സാറ് പറഞ്ഞു. ഒന്നാമത്തെ റൗണ്ട് എന്ന് വെച്ചാൽ നമുക്ക് ഏറ്റവും ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. അങ്ങനെ ഒരു 1.5 മണിക്കൂർ വരെയൊക്കെ ഞാനത് കുറച്ചു. അതിനുശേഷം സെക്കൻഡ് റൗണ്ടിൽ നമുക്ക് മോഡറേറ്റ് ആയിട്ടുള്ള എന്നാൽ കുറച്ച് സമയം കൊടുക്കേണ്ടതായിട്ടുള്ള ക്വസ്റ്റ്യൻ. 3-ാമത്തെ റൗണ്ടിൽ കംപ്ലീറ്റ്. എനിക്ക് തോന്നുന്നത് യഥാർത്ഥ എക്സാമിൽ ഞാൻ 3-ാമത്തെ റൗണ്ടിന് ഏകദേശം 40 മിനിറ്റാണ് കൊടുത്തിട്ടുള്ളത്. ബാക്കി സമയം മാനേജ്മെന്റ് കുഴപ്പമൊന്നും വന്നില്ല. അത് ആ ഒരു കാര്യം എനിക്ക് തോന്നുന്നത് നല്ലതായിട്ട് ഈ ഒരു 65+ സഹായിച്ചിട്ടുണ്ടാവും അല്ലേ? കാരണം നമ്മളുള്ളതിൽ നിന്ന് പിന്നെയും മാക്സിമം എടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സംഭവം സഹായിക്കും. ഓക്കെ, ഗ്രേറ്റ്. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പം ഇത് എനിക്കെന്തോ ഒരു പേടിയാവുന്നല്ലോ എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഉടനെ മാർക്ക് ഫോർ റിവ്യൂ അടിച്ച് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയി അവിടെ കോൺഫിഡൻസും കിട്ടുമല്ലോ. നമ്മളിപ്പോൾ കുറേ ക്വസ്റ്റ്യൻ എഴുതി സ്കോർ ചെയ്ത് വച്ച് കഴിഞ്ഞു ഓൾറെഡി. പിന്നെ നമുക്ക് ധൈര്യമായിട്ട് മറ്റേ ക്വസ്റ്റ്യനെ അറ്റാക്ക് ചെയ്യാം. സേഫ് സ്കോർ ഓൾറെഡി സെപ്പറേറ്റ് ഇവിടെ ഉണ്ടാവും. അതെ. ഈ എക്സാം എഴുതി കഴിഞ്ഞപ്പോൾ എങ്ങനെ നെഗറ്റീവ് വന്നിട്ടുണ്ടോ? 65 ഒരെണ്ണം ഒറ്റ നെഗറ്റീവ്. ഏതാ? ഒരു മാർക്ക് 2 മാർക്കിന്റെ 0.6. ഓക്കെ, അതും വലിയൊരു ഫാക്ടർ ആയിരിക്കും അല്ലേ? പക്ഷേ നമുക്ക് ഉള്ളത് പോയിട്ടില്ല, ഉള്ളത് കയ്യിൽ തന്നെ ഉണ്ട്. അതായത് 65.3 എത്താൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം ശരിക്കും പാർട്ടേ എല്ലാവരും എളുപ്പമാന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് പാർട്ടേ അത്ര എളുപ്പമല്ലായിരുന്നു. കാരണം ഞാൻ പാർട്ടയിൽ കുറേ ക്വസ്റ്റ്യൻ എഴുതാതെ വിട്ടതുണ്ട്. അത് ആദ്യം പാർട്ടേ കഴിഞ്ഞപ്പോൾ കുറച്ച് പേടിയായി. പാർട്ട് ബിയിലും ഓൾമോസ്റ്റ് ഒക്കെ എഴുതി. അപ്പോൾ കുറച്ച് സമാധാനമായി. പാർട്ട് സി ആണ് ശരിക്കും എന്നെ സ്കോർ ചെയ്തത്. പക്ഷേ പാർട്ടിയിൽ ഞാൻ കിട്ടാത്തതൊന്നും എഴുതാഞ്ഞുകൊണ്ട് ഒത്തിരി നെഗറ്റീവ് വന്നില്ല. അത് ഡിപ്പെൻസ്. എനിക്ക് തോന്നുന്നത് ചില ആളുകൾക്ക് ചിലപ്പോൾ പാർട്ട് എ വരും, പാർട്ട് ബി. പക്ഷെ എന്നാലും പഠിച്ചത് എവിടെയൊക്കെ ആയിട്ട് എക്സാമിലുണ്ടാകും മുഴുവൻ അല്ലേ? അത് സംശയമില്ലാത്തൊരു കാര്യമാണ്. അത് നമ്മളിപ്പോൾ പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവരോടും നമുക്ക് പറയാനുള്ളൊരു സംഭവമാണ് അല്ലേ? ഇപ്പോൾ പ്രൂവൻ സ്ട്രാറ്റജി ആയിട്ടാണ് ലക്ഷ്മി ആക്ച്വലി നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്, ആ ഒരു 2 ഡിജിറ്റ് റാങ്കുമായിട്ട്.